നടൻ മോഹൻലാൽ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടെ ഖുശ്ബു ഉണ്ട്. നിരവധി ചലച്ചിത്ര താരങ്ങൾ, മമ്മൂട്ടി അടക്കമുള്ള ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവാഹത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പം മുമ്പാണ് ഷാജി കൈലാസും ഭാര്യ ചിത്രയും അവിടെ എത്തിയത്. ഇപ്പോൾ മോഹൻലാലും ഖുശ്ബുവും ഈ വിവാഹത്തിനെത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം മറ്റ് താരങ്ങളും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഒക്കെ അവിടെ എത്തിച്ചേരും. ഈ മേഖലകളിലെല്ലാം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി പേർ അവിടെ എത്തും. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിട്ടുമുള്ളത്. ഇത് തന്നെയാണ് ക്രിസ്റ്റീന, ഈ തിരക്കിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഇക്കാരണങ്ങളൊക്കെ തന്നെയാണ്. പ്രധാനമന്ത്രി എത്തുന്നു, അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. മറ്റ് രാഷ്ട്രീയ ചിന്തകൾ, ഭേദഗതി, വിഭിന്ന ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുന്ന ചടങ്ങാണ്. ക്ഷേത്ര ദർശനമുണ്ട്. അതുപോലെ രാഷ്ട്രീയ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തകരെത്തുന്നു. ആ രീതിയിലുള്ള വലിയൊരു തിരക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ നടൻ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, വളരെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ, അത് പ്രധാനമായും നടൻ മോഹൻലാൽ, മമ്മൂട്ടി, ഒപ്പമുള്ള മറ്റിപ്പോൾ ഖുശ്ബു എത്തിച്ചേർന്നിട്ടുണ്ട്. ഷാജി കൈലാസ്, സംവിധായകൻ ഷാജി കൈലാസും ആനിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയം, അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇവരെല്ലാം തന്നെ എത്തിച്ചേരും. മാത്രമല്ല രാഷ്ട്രീയത്തിലും സജീവമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിലുള്ള രംഗത്തും ഒക്കെയുള്ള പ്രമുഖർ അവിടെ എത്തിച്ചേരും. അതിനായി കനത്ത സുരക്ഷയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി എത്തുന്നത് കൊണ്ട് തന്നെ ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഒരു ക്രൗഡ് പുള്ളർ കൂടിയാണ് പ്രധാനമന്ത്രി. അത് അദ്ദേഹം എവിടെ പോയാലും അത് നമ്മൾ കാണുന്നതാണ്. അത് ലോകം മുഴുവൻ പ്രധാനമന്ത്രി ധരിക്കുന്ന വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹം ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ആ രീതിയിൽ ജനങ്ങളോട് സംവദിക്കുന്ന ആ ഒരു രീതി, അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ റോഡ് ഷോകളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നതാണ്. കൃത്യമായ ചട്ടങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അതൊന്നും കണക്കാക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അപ്രതീക്ഷിതമായ ചില രീതികളിലുള്ള പ്രകടനങ്ങൾ, പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷ ഒരുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരേർപ്പാടാണ്. ആ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ തരത്തിലുള്ള കർശനമായ സുരക്ഷ, പഴുതടച്ച സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ഓരോരുത്തരായി ക്ഷേത്ര പരിസരത്തേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടു, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൻ്റെ പരിസരത്ത് ആ മൈതാനത്തെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമാണ്. പ്രധാനമന്ത്രിയെ കാണാൻ, പ്രിയപ്പെട്ട താരങ്ങളെ കാണാനൊക്കെയാണ് ആ വരവ്. ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും പ്രധാനമന്ത്രി എത്താം. അവിടെയെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക്, ക്യാമറകൾക്ക് ഒക്കെ തന്നെ കർശന നിയന്ത്രണങ്ങളുണ്ട്. ശ്രീകൃഷ്ണ കോളേജിൻ്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതിരാവിലെ തന്നെ വലിയൊരു ജനക്കൂട്ടം, ജനസാഗരം എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാം. ആ രീതിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരുണ്ട്, പതാകകളേന്തിയ BJP പ്രവർത്തകരുണ്ട്. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ കേരള സന്ദർശനത്തിന്, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്.